നമസ്കാരം സ്വാമി. ആ, എന്തൊക്കെയുണ്ട്? ഞാൻ വിളിക്കത്തില്ലായിരിക്കുമെന്ന് സമയം കിട്ടിയില്ലെന്നറിയാം. ഞാൻ ഒരുപാട് സമയമുണ്ടോ കേൾക്കാൻ? പറഞ്ഞോളൂ, വിശദമായിട്ട് പറഞ്ഞോളൂ. ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ കുട്ടിനാളിലെ കുറെ ധ്യാനം, കുഞ്ഞുനാളെ അറിവില്ലാത്തൊരു സമയമുണ്ടല്ലോ. അച്ഛൻ വെളുപ്പിനെ അന്ന് ക്ലോക്ക് ഇല്ലാത്തോണ്ട് സമയമൊന്നും അറിയില്ല. കുട്ടിനാളിലെ കുളിക്കണം, പിന്നെ ധ്യാനം, ഒരു ജ്യോതിഷത്തിന്റെ കുറച്ച് ഗ്രഹനില അന്നന്ന് ഇത് വരയ്ക്കണം, അന്നുള്ള ഗ്രഹങ്ങളെ അതിന് വരുത്തണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ധ്യാനം എങ്ങനെയാന്ന് വെച്ചാല് എനിക്കറിയില്ല. തലയ്ക്കോ നെറ്റിയിലോ കൈ വെച്ച് അന്നത് പ്രകാശമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പോകെ എല്ലാവർക്കും ഇങ്ങനെ പഠിച്ചു എന്നല്ലാതെ എന്തും ഉള്ളിലാക്കാനുള്ള കഴിവൊന്നും അന്നില്ല. എനിക്ക് എന്താന്നൊന്നും ഒരു അറിയില്ല. അച്ഛൻ പറയുന്നു ചെയ്യുന്നു. അങ്ങനെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ സമാധി പറഞ്ഞുകൊണ്ട് സമാധി ആവുകയും ചെയ്തു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബൈബിളൊക്കെ പറഞ്ഞുകൊണ്ട് സമാധിയായ അനുഭവം എന്തായിരുന്നു? അത് എന്റെ ആങ്ങളെ അന്ന് ഗാനഭൂഷണത്തിൽ പഠിച്ച് 4ാമത്തെ വർഷത്തെ അവസാനത്തെ പരീക്ഷയാ. 4 ദിവസത്തിന്റെ അന്നേ വരത്തുള്ളൂ. ആ സമയം നോക്കി എന്നോടും പറഞ്ഞ് മക്കള് എനിക്ക് അന്ന് കുട്ടിനാളിലെ 8 വരെ ഞാൻ പഠിച്ചുള്ളൂ, 12 വയസ്സ് വരെ പഠിച്ചുള്ളൂ. പിന്നെ ഈ അച്ഛന് നല്ല ദേഷ്യമുണ്ട് ഞാൻ പഠിക്കാത്തതുകൊണ്ട്. ജ്യോതിഷത്തിന്റെ ഇതൊക്കെ ഒത്തിരി പഠിക്കണമല്ലോ, അതൊക്കെ കാണാതെ പഠിക്കണം. അച്ഛനിങ്ങനെ പോകേണ്ട സമയം ഇങ്ങനെ നമ്മളോട് പറയത്തില്ലല്ലോ. അമ്മ ശിഷ്യത്തിയായി, അമ്മ ഭക്തിയായിരുന്നു. അപ്പൊ അച്ഛന്റെ ഇതെല്ലാം അമ്മയെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ എന്നെ ഇങ്ങനെ അടിച്ചപ്പോ അമ്മ പറഞ്ഞു, സ്വാമി ഇങ്ങനെ അടിച്ച് പഠിപ്പിക്കണ്ട, അവളെ തയ്യലെല്ലാം പഠിപ്പീര്, ജീവിതമാർഗം. അപ്പം എന്നോട് പറയും, നീ ഒരു സമയത്ത് തിരക്കും, ജ്യോതിഷമൊക്കെ നല്ല ഒരു ഇത് വരുന്ന സമയം ഉണ്ടാവുമെന്ന് അച്ഛൻ അന്ന് പറയും, നീ ഒരു സമയത്ത് തിരക്കുമെന്ന്. അങ്ങനെ കുറെ ഭാഗവതമൊക്കെ അച്ഛൻ വായിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ട് വേറൊരു പുസ്തകം നോക്കി ഇരിക്കണമായിരുന്നു. എന്നാൽ അതും എന്താന്ന് എന്റെ ഹൃദയത്തിൽ നിന്നും പതിയാനുള്ള സമയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ അങ്ങനെയെല്ലാം ചെയ്തു വിട്ടു. അച്ഛൻ പിന്നെ സാക്ഷാത്കാരം നേടിയ മണികണ്ഠസ്വാമിയുടെ ശിഷ്യനാ വൈക്കത്ത്. സ്വാമി കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വൈക്കത്തായിരിക്കും മണികണ്ഠസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം ആലിലെ ഇവരെല്ലാം ശിഷ്യന്മാരെല്ലാരും കൂടെ ഇങ്ങനെ പോകുമ്പം കാണത്തില്ല ആ സ്വാമി. അപ്പൊ ഒരു പോകുന്ന വഴിക്ക് ഒരു ആലിന്റെ ഒരു ഇലയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ അവര് കണ്ടിട്ടുണ്ടെന്ന് അച്ഛൻ പറയും. എന്നിട്ട് അച്ഛൻ പറയും, മക്കളെ സിദ്ധിയൊക്കെ കാണിച്ചാൽ മുക്തനാവത്തില്ല, മുക്തി കിട്ടുന്നത്. അതുകൊണ്ട് അച്ഛനിങ്ങനെ ചില സിദ്ധികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മരിക്കുന്ന അല്ലാതെ തന്നെ ഒരുപാട് സിദ്ധികൾ ഉണ്ട്. നമ്മളെ മനഃപൂർവ്വം കാണിച്ചതല്ല. ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇന്നാര് തിരക്കുന്നെന്നും പറയാൻ അന്നേരം അവിടേക്ക് പോകും. ആ തിരക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ 1-2 മരണങ്ങള് അച്ഛൻ എന്റെ അമ്മയുടെ മരണം നേരത്തെ കൂട്ടി പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ തന്നെ ഭയങ്കര ഭജന നടത്തി, എല്ലാരെയും വിളിച്ചിരുത്തി, എല്ലാരെ കൊണ്ടും ഭജിപ്പിച്ചു. ആ സമയമായപ്പോ ആ അമ്മയെ പറഞ്ഞു വിട്ടു. അങ്ങനെ വേറെ ഒരു ഭരണം കൂടെ, അത് വേറെ അന്യരാക്ക്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികളൊക്കെ ഒറ്റ കാര്യങ്ങളൊക്കെ, അല്ലാതെ ആളിനെ കൂട്ടാനുള്ള രീതിയിലൊന്നും അച്ഛനൊന്ന് നോക്കിയിട്ട് അച്ഛൻ്റെതായ രീതിയിൽ അങ്ങ് പോയി. അച്ഛന്റെ സാധനം എന്തായിരുന്നു? ജപം തന്നെയാണോ? എന്തോ അച്ഛൻ എന്താ ചെയ്തിരുന്നത്? ജപം തന്നെയാണോ? ജപസാധന അഖണ്ഡ ഈ അമ്പലങ്ങളില് അഖണ്ഡനാമോ കണ്ണൊക്കെ കാണുന്നുണ്ട്. സപ്താഹം അല്ല, 3 ദിവസത്തേക്ക് അഖണ്ഡനാമ ജപം. അങ്ങനെ അടുത്ത ഏതെങ്കിലും ഇപ്പൊ ഞങ്ങളന്ന് വേളമാനിലാണെങ്കിൽ ചാത്തന്നൂരോ അങ്ങനെയുള്ള ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ കൂലിക്കല്ല. ഇപ്പൊ 1 രൂപ ദക്ഷിണ കൊടുത്താൽ ദക്ഷിണയോടുകൂടി കർമ്മം എന്നുള്ള പറഞ്ഞോണ്ട് അങ്ങനെയുള്ളൂ, അല്ല കൂലിക്ക് പോയിട്ടില്ല ഭജന. അപ്പൊ ഭജനയൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതി അച്ഛൻ തന്നെ ആനന്ദിച്ച് പിന്നെ പ്രത്യേക ഒരു അനുഭൂതിയിലാണ്. അങ്ങനെയൊക്കെ അച്ഛൻ തന്നെയാണ് പൂജിക്കുക. പിന്നെ ജ്യോതിഷം, ജാതക, കാരണം ജീവിതമാർഗങ്ങൾ വേണമല്ലോ, അതിന് എല്ലാം പിന്നെ ചേർത്തല അച്ഛന്റെ അമ്മാവന്മാരെല്ലാം വൈദ്യന്മാരും മർമാണികളും കായിക കളരി എന്നൊക്കെ ഉള്ള. അപ്പൊ അതെല്ലാം അച്ഛൻ പഠിച്ചിട്ടുണ്ട്. എത്ര 84 62 കുറെ ആസനം, ഇതെല്ലാം അച്ഛൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. കൈനോട്ട രേഖാശാസ്ത്രം, മർമാണി, അറിയാൻ പറ്റാത്ത വിദ്യകളൊന്നും എല്ലാം തമിഴ്. അതുപോലെ ഈ ഗുരുശിഷ്യ ബന്ധം, സമാധി എത്രയോ ദിവസം സമാധിയിൽ കിടക്കും. അത് അമ്മ കെട്ടാൻ തന്നെ കാരണം ഗുരു പറഞ്ഞു, ഇനി നിനക്ക് വിവാഹം കഴിക്കാം. അങ്ങനെ ആ ഗുരു തന്നെ അമ്മയെ കണ്ടുപിടിച്ച ഒരു ഭക്തയായ അമ്മ ഗുരുഭക്തി ചരിത്രമൊക്കെ പഠിച്ച് ശിവഗിരിയിലേക്ക് പോകുന്ന ഒരു അമ്മയായിരുന്നു.
അപ്പൊ അമ്മ ശിവഗിരി പോകുമ്പം ഗുരുവിനെ കണ്ടിട്ടില്ല. ഗുരു പ്രത്യക്ഷമായി കണ്ടിട്ടുണ്ട്. അമ്മ പോകുമ്പോ സ്വാമി അവിടെ കാണത്തില്ല. എന്നാ 14 വയസ്സിനകത്താണ്ട് ഗുരു സമാധി ആകുമെന്ന് പറയും. അപ്പൊ ഗുരുഭക്തി ചരിത്രം പഠിച്ച് ഭാഗത്തൊക്കെ വായിച്ചിരിക്കുന്ന അമ്മ. അപ്പൊ ഗുരു ഈ മണ്ഡസ്വാമി തന്നെയാണ് ഞങ്ങളുടെ അന്ന് കുടുംബം വെളിയമായിരുന്നു. വെളിയത്ത് ഈ എൻ്റെ ഒരു കുഞ്ഞുമ്മ യോഗീശ്വരനും ആയിട്ട് അനുഗ്രഹമൊക്കെ രക്ഷത്തും അനുഗ്രഹമൊക്കെ ഉള്ളൊരു കാലമായിരുന്നു. ഇവർ പെണ്ണുങ്ങൾ ആരും വിവാഹം കഴിക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പം സത്യഭാമ കുഞ്ഞുമ്മ പറഞ്ഞു, യോഗീശ്വരനായിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന വീട്ടിൽ മണ്ഡസ്വാമി വരുമെന്ന്. അപ്പൊ ആരും ഒന്നും കേട്ടിട്ടില്ല ഇങ്ങനൊരു സ്വാമിയുടെ പേര്. ആ ദിവസം അറിയുന്നു, ആ പറഞ്ഞ ദിവസം അറിയുന്നു മണ്ഡസ്വാമി ആ വീട്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ അവിടെ പോയി ഇവര് ക്ഷണിച്ച് ഇവരുടെ വീട്ടിൽ കൊണ്ടു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ വല്ലപ്പോഴൊക്കെ വന്നും പോയി നിന്ന് ഇനി മക്കളെ നിങ്ങളെല്ലാം വിവാഹിതരാവണം, ഞാൻ എൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുതരാം. അങ്ങനെയാണ്. എൻ്റെ അമ്മ ഒരു സാധുവാണ്. കാരണം ക്ഷമയുടെ അങ്ങേയറ്റമാണ്. നമുക്ക് അതിനെ വർണ്ണിക്കാൻ പൂന്താനം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ അത്രയ്ക്കും ഭക്തയാ. അപ്പം അച്ഛന് അല്പം ദേഷ്യം. ഇപ്പൊ ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞതുപോലെ അച്ഛൻ ഞാനെന്നോ വേറെ ഒരു കുഞ്ഞിന്റെ വ്യത്യാസമില്ല. എല്ലാം സമദൃഷ്ടിയുള്ള ആളാ. അപ്പൊ അങ്ങനെ ആ സ്വാമി പറഞ്ഞ് അമ്മയ്ക്ക് അച്ഛനും കുഞ്ഞമ്മയ്ക്ക് നല്ലൊരു ഭക്തൻ, അമ്മയെ പോലൊരു ഭക്തനെ കൊടുത്തു. അന്നേരം എന്താ അതിന്റെ അർത്ഥം? കുഞ്ഞമ്മയ്ക്ക് അല്പം ദേഷ്യമുള്ളതുകൊണ്ട് ഈ യോഗീശ്വരനായിട്ട് അനുഗ്രഹിക്കുന്നതാണ് കുഞ്ഞമ്മ. എന്റെ അമ്മ കുട്ടിനാളിൽ 10-15 വയസ്സുള്ള അമ്മയുടെ അച്ഛൻ 2 നിശ്ചയം കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറയുമ്പോ അന്നത്തെ കാലത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴങ്ങായിരുന്നു ഈശ്വരൻ എന്ത് ചെയ്ത് സംഗീതം പഠിപ്പിക്കാനായിട്ട് ഒരു ആശാൻ വന്നുകൂടി. അപ്പൊ എല്ലാവരും സംഗീതം പഠിക്കുന്നു. അപ്പൊ ആശാൻ പറഞ്ഞു, പപ്പിവന്നാരെ കുട്ടികൾ എപ്പോ പറയുന്ന അന്നേരം നടത്തിയാൽ മതി, കുഞ്ഞുങ്ങളെ ഇപ്പോഴേ പിടിച്ച് അയക്കരുത്. അങ്ങനെ എന്തായാലും കൊള്ളാം, അതിന് രക്ഷപ്പെട്ടു. അപ്പൊ അമ്മ പറയും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 35 കഴിയട്ടെ എന്ന് പറയും. ഈ 35 വയസ്സിന് കഴിഞ്ഞ് 36 വയസ്സായപ്പോ ഈ സ്വാമി കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് കൊടുക്കുക. അപ്പോഴ് അമ്മയ്ക്ക് ഇഷ്ടം വരാൻ കാരണം വെച്ചാല് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിലിരുന്നു. കെട്ടിയില്ല, അമ്മ കെട്ടിയില്ല. ഗുരുവും ശിഷ്യന്മാരുടെ വന്നതാണ്. അപ്പൊ ധ്യാനത്തിലിരിക്കുകയും അച്ഛന്റെ ഓരോ കണ്ടാൽ എന്താണ് ഒരു മേമുണ്ടും ഒരു മുണ്ടും ഉടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ കമണ്ടലുമായിട്ടൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. യാതൊരു ഒരു പാണ്ടക്കെട്ട് കൊണ്ട് ഇത്രേ ഉള്ളൂ. ഒരു പിഷാന്തേഹിയാണ്. അല്ലാതെ മുടി 19 വയസ്സിലെ നരച്ചയാളാ. മുടി കുറ്റിമുടിയാണ്, അല്ലാതെ അത് പുറങ്ങാണായിരുന്നായിരിക്കും. പക്ഷെ കൊച്ചു നമുക്ക് കണ്ടാൽ മോദിയാണെന്ന് തോന്നും. നരേന്ദ്രമോദിയെ കണ്ട ഞാൻ എപ്പോഴും എന്റെ അച്ഛനായിട്ട് കാണാം. അദ്ദേഹം ഒരു പരമ ഭക്തൻ തോന്നലുണ്ട്. അദ്ദേഹത്തിന്റെ മുടി മുറിച്ചാൽ എങ്ങനെ വളർത്താതെ മുറിച്ച കുറ്റിമുടി എങ്ങനെ അതുപോലെ ഇരിക്കുക. അത് 19 വയസ്സിലേ അങ്ങനെ അച്ഛൻ അങ്ങനെ ആയിരുന്നു പറയും. നരച്ച ഒരു കറുത്ത മുടി ഇല്ലായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മണ്ഡസ്വാമി കൊണ്ടുവന്ന് അമ്മയ്ക്ക് അച്ഛനെയും കൊടുത്തു. അച്ഛനെ അന്ന് ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പൊ ഈ ഒരു ഭക്തരെന്ന് പറഞ്ഞാൽ ഇത്രയും പഠിത്തമുള്ള ആളല്ല, ഒരു ഭക്തിയാണ്. അമ്മ നടക്കുന്ന ഒരു ഭക്തരെന്നേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു ജ്ഞാനി, എല്ലാം കൊണ്ടും തികഞ്ഞൊരു ജ്ഞാനിയാണ് ഗുരു കൊണ്ട് കൊടുത്തത്. അപ്പൊ അമ്മയ്ക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം അച്ഛന്റെ പ്രവൃത്തിയാണ്. ധ്യാനവും യോഗയും എല്ലാം കണ്ടപ്പോ ഇങ്ങനൊരു ലോകത്ത് ഇങ്ങനെ തന്നെ അച്ഛന് അമ്മയെ കിട്ടിയ മഹാഭാഗ്യം എന്ന് കരുതി. അപ്പൊ അച്ഛൻ ഏറ്റെടുത്തപ്പോ അമ്മയ്ക്ക് ശിഷ്യയായി. എല്ലാം അമ്മയ്ക്കും പറഞ്ഞു കൊടുത്ത്. യോഗയൊന്നും കൊടുത്തില്ലെങ്കിലും ധ്യാനം, സത്യോഗം, അങ്ങനെ. അപ്പൊ അതിന് ഇതൊക്കെ പറഞ്ഞു കേട്ട് അന്ന് ഞങ്ങളാരും ജനിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോ അണ്ണനായി, ഞാനായി. അപ്പൊ എനിക്ക് എന്റെ കുട്ടിനാളിൽ എത്ര വയസ്സൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വെച്ചതാവട്ടെ അച്ഛൻ എന്നെ ഇതുപോലെ ഓരോന്ന് പഠിപ്പിക്കുമ്പോ എന്റെ ചെവിയിലൊന്നും കയറിയ പോലും അങ്ങേ ചെവി കൂടെ അതൊക്കെ അങ്ങ് പോകും. അത് അറിയത്തില്ല എന്താന്ന്. അതുപോലെ എനിക്കില്ല പൊടി കുഞ്ഞുങ്ങൾ കണക്കുള്ള ശീലമാ. 5 വയസ്സ് വരെ അമ്മയുടെ പാലും കുടിച്ച് പോട്ട് വരും. 4-3/4 വയസ്സിൽ കൊണ്ട് ചേർത്ത് വന്നിട്ടും അമ്മയുടെ പാല് വരുന്ന എനിക്കത് ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ എങ്ങനെ കയറാനാ? അത് പക്ഷെ അച്ഛൻ അത് ഇപ്പൊ തയ്യലൊക്കെ പഠിപ്പിച്ച് അതിൽ ഞാൻ തച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു മോളിന്ന് തയ്യൽക്കടയിൽ പോകണം എന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ട് അമ്മയടുത്ത് അതിനു മുമ്പേ പറഞ്ഞിരുന്നു ഇന്ന ദിവസമാണെന്ന്. അപ്പൊ അണ്ണൻ 4 തന്നെ വരുന്ന ദിവസം നോക്കിയെടുത്ത് കോളേജിൽ നിന്ന് പരീക്ഷ ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ആ വരുന്ന ദിവസം നോക്കി എന്നെയും പറഞ്ഞു വിട്ടിട്ട് അമ്മയടുത്ത് കാര്യം. വേറെ ശിഷ്യന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ. അതുപോലെ അന്നത്തെ കാലത്ത് വെച്ചാൽ വരുമാനം ഒന്നും ഇല്ല. വർഷം കുറെ ആയതാണ്. അപ്പൊ ഇരുന്ന് സമാധി ആയാൽ ശിഷ്യന്മാരോ ഒന്നുമില്ല. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് ആഗ്രഹം ഇരുന്ന് പോണോന്നാ. അത് അമ്മ പറഞ്ഞറിവാണ് എനിക്കുള്ളത്. അപ്പൊ അമ്മ പറഞ്ഞ് അപ്പം അച്ഛൻ പറഞ്ഞു ഇരുന്നും കിടന്നും. കാരണം അമ്മ
3 മണിക്കൂറെങ്ങാണ്ട് കഴിഞ്ഞിട്ട് അച്ഛൻ എഴുന്നേക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു അന്ന് കെട്ടിയ സമയത്ത്. അപ്പൊ അമ്മ നിലവിളിച്ച് അയ്യോ മരിച്ചു പോയെന്നും പറഞ്ഞ്. അപ്പോഴെന്താ നിലവിളിച്ചപ്പോ അച്ഛൻ അത് ശരീരത്തിൽ വന്ന്. അപ്പൊ പറഞ്ഞു ഇതുപോലെ എവിടെയൊക്കെയോ പോയതാണെന്ന്, ശരീരത്തിൽ നിന്നേ യാത്ര എവിടേക്കോ പോയതാണെന്ന്. അങ്ങനെ ഒത്തിരി ദിവസങ്ങളോളം സമാധിയിൽ ഇരുന്നിക്കുന്ന കിടന്നാലും ഇരുന്നായാലും അച്ഛൻ കൂടുതലും കിടക്കുക ചെയ്യാം. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് കിടന്നും ഇരുന്നും ധ്യാനം ഉണ്ടെന്നൊരു കാരണമുണ്ട്. കിടന്ന് അച്ഛനിങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുള്ള ചിന്ത പണ്ടേ ഇല്ല. ഇരുന്ന് സമാധി വെച്ചാൽ ജനങ്ങളെ ബോധിപ്പിക്കാനും ഒരു പ്രത്യേക അച്ഛന് മുക്തനാണുള്ള ചിന്തയേ ഉള്ളൂ. അല്ലാതെ ആഡംബര ഭ്രമോ മാനിയോ അങ്ങനെയുള്ള ഒന്നും അല്ല. ആ ഒരു ജീവിതം അല്ല. എല്ലാവരെയും ഒന്നായി കാണുക. ഒരു കാക്കയ്ക്ക് ഒരുള്ള ചോറ് മുമ്പേ കാക്കയ്ക്ക് ഉരുട്ടി മാറ്റി വെച്ചിട്ട് അച്ഛൻ ആഹാരം കഴിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് എടുക്കാൻ. കാരണം 40 വയസ്സിലെ അമ്മയ്ക്ക് 36, അച്ഛന് 40. ഞാൻ 44 കണ്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അത് പോയിട്ട് ഒരു 64 കണ്ടായപ്പോ അച്ഛൻ സമാധി ആവുകയാണ് ചെയ്യുന്നത്. ആ സമയം അതിനിടയ്ക്ക് വെച്ച് തന്നെ ഈ കല്ലുവാതക സ്വാമി എന്ന് പറഞ്ഞ ഒരു അയ്യപ്പസ്വാമി അനുഗ്രഹം ഉണ്ടായിരുന്ന ഒരു കൊച്ചു ചെറുക്കനാണ്. വേറെ ഒരു കൊച്ചു കുടിലിനകത്താണ് അത്. ആ കുട്ടി പിന്നെ ഈ പന്തളത്ത് മഹാരാജാവിന്റെ മകനാണ്, ജീവനാണ്. അപ്പൊ മണ്ഡസ്വാമിയുടെ കൂട്ടുകാരനല്ലേ മകൻ, അനിയനും ജ്യേഷ്ഠനൊക്കെ വളർത്തു മകനല്ലേ സ്വാമി മണ്ഡസ്വാമി. അപ്പൊ ഈ അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചത് ഈ കൊച്ചിനടുത്ത്. അപ്പോഴേ എല്ലാവരും അവിടെ പോകുന്നു. അപ്പൊ എന്റെ അമ്മയും ഞാനോട് അമ്മക്കും അവിടെ കല്ലുവാക സ്വാമി, എനിക്കന്ന് ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പസ്വാമി എന്ന് വെച്ചാൽ എന്റെ ജീവനാ. അവർ എനിക്കും പോകണം അമ്മ, അമ്മക്കൊന്ന് പോകാം, എല്ലാവരും പോകണല്ലേ എന്ന് പറഞ്ഞ് ഞാനും അമ്മയും അങ്ങനെ 1-2 ദിവസം അവിടെ പോയി. ഞാൻ ആദ്യം ചെല്ലുമ്പം അവിടെ ഒരുപാട് ജനങ്ങള് സന്ധ്യ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ നാമം ചെല്ലുകയായിട്ട് അനുഗ്രഹമൊക്കെ വരുന്നത്. അപ്പൊ 10 മണിക്കാണ് തിരിച്ച് ഞങ്ങൾക്ക് വണ്ടി കയറി ഞങ്ങളുടെ വീട്ടിൽ വരേണ്ടത്. അപ്പൊ അതിനാകുമ്പോൾ വേറെ ചില സ്ഥലക്കാരെയൊക്കെ വിളിക്കും. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കേട്ടോടെ നിൽക്കും. ആദ്യത്തെ ദിവസമാണേ ഒരു കുഞ്ഞുങ്ങളടുത്തും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞൊരു വാക്ക്. ഞാൻ അന്ന് എനിക്ക് 17 വയസ്സുണ്ട്. ഞാൻ നമ്മുടെ മുഖമൊന്നും സ്വാമി കാണത്തില്ല. ആ സ്വാമി ഭഗവാന്റെ മുമ്പിലോട്ടുള്ള മുറിയിലോട്ട് നോക്കിയേ ഇരിക്കുള്ളൂ. നമ്മൾ ചെന്നിരുന്ന നമുക്ക് കയ്യിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് തരാൻ ഒരു ആളവിടെ ഇരിപ്പുണ്ട്. വെള്ളം ഭഗവാന്റെ കയ്യിലോട്ട് കൊടുക്ക്, നമുക്ക് കെന്നിയുടെ വാലിൽ കൂടെ നമുക്ക് ഒഴിച്ചു തരാത്തുള്ളൂ. നമ്മുടെ മുഖത്ത് നോക്കത്തില്ല. അതുകൊണ്ട് ഇരുട്ടുവാണല്ലോ, അന്ന് കറണ്ടൊന്നുള്ള കാലമല്ല, കൊച്ചു വിളക്കല്ലേ. അപ്പൊ ഇദ്ദേഹം ഞാൻ ഇരുന്നപ്പോ തന്നെ ആദ്യമേ പറഞ്ഞ ഉണ്ണി, എല്ലാരും ഉണ്ണിന്നാ വിളിക്കുന്നത്. ഉണ്ണി എന്നിലുള്ള ജനനമാണല്ലോ എന്ന് പറഞ്ഞ്. എനിക്ക് അന്നൊന്നും പിടികിട്ടിയില്ല. അപ്പം അയ്യപ്പസ്വാമിയാണ് പറഞ്ഞേക്കുന്നത് ഉണ്ണി എന്നിലുള്ള ജനനമാണല്ലോ. അപ്പൊ എന്റെ അമ്മ എന്നെക്കാളും എനിക്കൊന്നും അറിയില്ലല്ലോ, എനിക്ക് ഭക്തി എന്താന്ന് പോലും അറിയത്തില്ല. അഥവാ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയാണെന്നും അറിയാത്തൊരു കാലം. അപ്പൊ അമ്മ എന്തുമാത്രം ഉണ്ടിട്ട് അമ്മയെ പറഞ്ഞില്ല. അപ്പൊ അവിടെ വന്നവരാരെയും പറഞ്ഞില്ല, എന്നെ മാത്രം പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ഒത്തിരി എത്ര നാളെന്ന് എനിക്ക് ഓർമ്മ. അങ്ങനെ ഇരുന്നപ്പോ എന്റെ അച്ഛൻ പറയുന്നു, പാർക്കുട്ടി അല്പം വെള്ളം ചൂടാക്ക്, എന്നെ ക്ഷണിക്കുന്നു. അപ്പൊ ആര് ക്ഷണിക്കുന്നു? സ്വാമി എന്നെ കല്ലുവാക്ക സ്വാമി അയ്യപ്പസ്വാമി എന്നെ ക്ഷണിക്കും, എനിക്ക് അവിടെ വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും കൂടെ പോയി. അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി ബസ് വരുന്ന സമയം നോക്കി ചെന്നപ്പോൾ 7 മണി കഴിയും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നാമൊക്കെ തുടങ്ങും. അച്ഛനാണെങ്കിൽ ഒരു വടി, ഗുരുവിന്റെ ഒരു വടിയുണ്ട് കയ്യിൽ, ദണ്ണ്, അത് ഇങ്ങനെ കയ്യിലുണ്ട്. അപ്പൊ അതും കൊണ്ട് ആണ് വലിയ ഈ അകക്കണ്ണ് തുറന്നുകൊണ്ട് പുറക്കണ്ണ് കാഴ്ച കുറവുണ്ടെന്ന് അച്ഛൻ പറയാം. അച്ഛനിച്ച് കാഴ്ച കുറവുണ്ട്, പോരെങ്കിൽ ഇരുട്ടും കൂടെ അല്ലേ. അപ്പൊ ഞങ്ങൾ ചെന്ന് അച്ഛനൊരു ചെടിയുടെ മൂട്ടി ചെന്നിരുന്ന് ഈ സ്വാമി പൂജാമുറിയിൽ കതക് കടച്ച് പൂജ ചെയ്യുകയാണ്. കർപ്പൂരം കത്തിക്കുമ്പോഴേ ഇത് കതക് തുറക്കും. ആ സമയത്ത് മുമ്പേ ഞങ്ങളവിടെ ചെന്നു. ഞാനും അമ്മയും അവിടെ നാമം ചേർത്ത് കയറിയിരുന്നു. അച്ഛനല്ലേ ഒരു ചെടിയുടെ മൂട്ടിലോട്ട് അങ്ങനെ അവിടെ ഈ വടി മുമ്പോട്ട് ഊന്നി അവിടെ ചെന്ന് മൂടൂന്നിങ്ങ് ഇരുന്ന് വടി കുത്തി ഇരിക്കുമല്ലോ മുട്ടും പൊക്കി അങ്ങനെ ഇരുന്ന്. സ്വാമി ആരാധനയെല്ലാം കഴിഞ്ഞു, കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ട് എന്നത്തെയും കൂട്ട് ചാരുകസേരയിൽ ചെന്ന് ദർശനം അവിടെ നമ്മളിലല്ല നോക്കുന്നത്, ദർശനം ആ മുറിക്കകത്ത് അങ്ങ് ഇരുന്നിട്ട് ഈ ഒഴിവ് പറയുന്ന ആദ്യം വിളിക്കുന്ന ഈ അവിടെ നിൽക്കുന്ന ആള്, ഇത് ചെയ്ത് കൊടുക്കുന്ന ആള് ഒഴിവ്. അപ്പം സ്വാമി കയ്യെടുത്ത് വിലക്കി നിൽക്ക്, ഇല്ല ചെടി എവിടാ അദ്ദേഹം കണ്ടില്ല. ചെടിയുടെ മൂട്ടില് ഒരു ഉണ്ണി ഇരിപ്പുണ്ട്, അതിനെ ഈ വിളിച്ചോണ്ടാന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന എത്ര പേര് അങ്ങനെ ആരും കണ്ടില്ല അച്ഛൻ അവിടെ ഇരിക്കുന്നത്. കാരണം എല്ലാവരും ഇരുട്ടത്ത് കുഞ്ഞു വിളക്കാണ്, അവിടെ എല്ലാവരും നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തികൾ അച്ഛൻ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. സ്വാമി പറയും മുറിക്കകത്തുമായിരുന്നു. അപ്പൊ ഏത് ഉണ്ണി ഇവിടെ ചെടിയുടെ മൂട്ടില് ഞങ്ങൾക്കേ അറിയൂ അച്ഛനോണ്ടിരിക്കുന്നത്, എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ അദ്ദേഹം ആ ചെടിയുടെ മൂട്ടിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് ചെന്ന്
അവിടെ ഇരുത്തി. എന്നിട്ട് സംസ്കൃതം ആയിരിക്കും എനിക്കൊന്നും അറിയില്ല, എന്തൊക്കെയോ ഭാഷ രണ്ടുപേരും കൂടെ അങ്ങ് തർക്കമായിരുന്നു. ഇങ്ങനെ തർക്കിച്ച് ഇനി ഉണ്ണിക്ക് 2 മാസം കൂടെ ഉള്ളെന്നും പറഞ്ഞു എന്റെ അച്ഛനെ, സമാധിയാവാനുള്ള സമയം. അതിനവച്ച് എന്തൊക്കെയോ ചോദ്യോത്തരങ്ങളായിരുന്നു, നമുക്കൊന്നും മനസ്സിലാവില്ല അതെന്താ പറഞ്ഞതെന്ന്. അങ്ങനെ ഒരു അനുഭവം. അച്ഛനോടും പറഞ്ഞില്ല ഉണ്ണി എന്റെ ജനനാണെന്ന്, അച്ഛനോടും പറഞ്ഞില്ല, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ ജാതകത്തിൽ പിന്നെ കിടപ്പുണ്ട് പിന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചത് കൊണ്ടോ എന്തുകൊണ്ടൊക്കെ എന്റെ കൈയുടെ പാണിപാദങ്ങളിൽ താമര തുടങ്ങിയ ചിഹ്നങ്ങളുണ്ട്. അത് സത്യമായിട്ട് അതുണ്ട്. പാദത്തിന്റെ കുഴിഞ്ഞ തറയെ പറ്റാത്ത കുഴിഞ്ഞ ഭാഗത്ത് 2 കാലിലും മത്സ്യചിഹ്നമുണ്ട്. കയ്യില് മത്സ്യവും പിന്നെ താമരയുടെ അടയാളം ചിഹ്നങ്ങൾ, പല ശംഖിന്റെ ഇങ്ങനെയൊക്കെയുള്ള പല ചിഹ്നങ്ങൾ എന്റെ കയ്യിലും ഉണ്ട്. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക എന്താണ് അപ്പോഴെന്ത് ഈ എന്നെ കെട്ടിച്ച് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു വീടായപ്പോൾ ഞാൻ അങ്ങോട്ട് ധ്യാനം തുടങ്ങി. ധ്യാനം എന്താ കൊച്ചുനാളി അച്ഛൻ തന്നതേ അറിയാവൂ. അപ്പൊ ഞാൻ അറിയാതെ തന്നെ എനിക്ക് 4-5 മണിയാവും അങ്ങ് പ്രാർത്ഥന. പെട്ടെന്ന് ഒരുപാട് ജോലിയുണ്ട്, ഇത് തീർക്കണം, എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് പ്രാർത്ഥിക്കാതിരിക്കണം. പ്രാർത്ഥിച്ച് ഒരു 5:30 തുടങ്ങിയ നേരത്തെ അങ്ങ് തുടങ്ങിയ ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതുക, ഞാൻ തന്നെ ചൊല്ലുക. അപ്പൊ എന്റെ മക്കളൊരു അമ്മ റോഡെ ആള് പോകണം, എനിക്കതൊന്നും വകയല്ല. ഞാനിതൊരു പ്രാർത്ഥനയും കാണിച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് എത്ര മണിക്കൂറായി ഇരിക്കുന്ന എനിക്കറിയില്ല. ഈ നാമങ്ങളെല്ലാം കണ്ട് ഞാൻ അങ്ങ് ഇരുന്നാ എഴുന്നേക്കുമ്പോ എന്തുവാണ്, കണ്ണുനീരുകൊണ്ട് എന്റെ ദേഹം മൊത്തം മുങ്ങും. ഞാൻ എഴുന്നേക്കുമ്പോ അവിടെ ഞാനില്ല. പിന്നെ ഞാൻ അങ്ങനെ അത് ലയിച്ചിട്ട് എന്തിനു വേണ്ടിയോ അങ്ങ് കരയുക. കണ്ണുനീര് ഞാൻ ഇങ്ങനെ കണ്ണുനീരങ്ങ് ഒഴുകുക. അത് ഒരു എന്നും സ്ഥിരം ഇങ്ങനെ ആയി വന്നപ്പോ ഒരു 40 വയസ്സൊക്കെ. അപ്പൊ എന്നും അതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മ അവസാനം എന്റെ കൂടെ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഈ മേടമാസത്തിൽ പറഞ്ഞു, എത്ര തീയതിനൊന്നും ഞാൻ ഓർത്തിട്ടില്ല. മേടമാസത്തിൽ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് കർക്കിടക മാസം മുമ്പേ മരണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ ഞാനാകുന്ന എന്നെ ഉള്ളിൽ എന്താ ആരോ പറഞ്ഞതല്ല, ഞാൻ അടുത്ത മാസം ഇടവമാണ്. ഇടവം 4-ാം തീയതി അമ്മയ്ക്ക് ഏകാദശി ഇടന്ന്. അപ്പൊ അമ്മ ഒരു ഭക്തയല്ലയോ. അന്ന് രാവിലെ അമ്മയ്ക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും മരണമുണ്ട്. കാരണം അമ്മ രാവിലെ ഇച്ചിരി അല്പം കഞ്ഞിയൊക്കെ കുടിച്ച് രാവിലെ, അത് കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആവുന്ന. അപ്പൊ ഞാനന്ന് സ്കൂളിൽ പിള്ളേരെ ആക്കാൻ സമയമായില്ല, ട്യൂഷൻ വിടുന്ന സമയമാണ്. ഇടവം 18 കണ്ടാകുമ്പോഴേ സ്കൂൾ ജൂൺ തുറക്കുള്ളൂ. ഈ 4-ന്റെ അന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, മോനെ 5 പഠിക്കുക എന്റെ മോനെ നീ പോയി കുറച്ച് വെളിച്ചെണ്ണയും എണ്ണ, ഈ വിളക്കത്തിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ കത്തിക്കുന്നത്. അതുകൊണ്ട് നീ എണ്ണയും കുറെ തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്നും ഇവിടെ ഉണ്ടെങ്കിൽ അത് പോരാന്ന് എന്റെ ഉള്ളില്. ഞാൻ എന്ത് ഇത് മക്കള് ഇന്ന് പോയി കുറച്ച് തിരി എണ്ണയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും. അവനെ വിട്ട് ഇതൊക്കെ എന്തിനാണെന്നൊന്നും എനിക്ക് എന്റെ ഉള്ളിലറിയാൻ എന്തോടെ വേണമെന്ന്. അത് വാങ്ങിച്ചിവിടെ കൊണ്ട് വെച്ചു. 1 മണി കൊണ്ടാകുമ്പോൾ ഞാനും എന്റെ അമ്മയടുത്ത കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് 1 മണിയോളം ആയപ്പം അമ്മായിയമ്മയെന്ന് പറഞ്ഞ അമ്മ, അത്തച്ചി ഇനി ഞാനങ്ങോട്ട് ഇറങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിലോ അതിഭയങ്കര തിളച്ച ചൂട്, പൊള്ളുന്ന അഗ്നി എങ്ങനെ അതിന്റെ പുറത്ത് വ്യാപനം അതുപോലെ ചൂട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയേ പറ്റും. അമ്മ അങ്ങോട്ട് ഇറങ്ങുന്ന എനിക്ക് പൊള്ളുന്ന ചൂട്. എന്റെ അമ്മ അടുത്ത് ഞാൻ മാറുക. അമ്മ അടുക്ക നിന്നാ എനിക്ക് ചൂട്. അപ്പൊ ഞാൻ മുറിയിൽ നിന്ന് അങ്ങോട്ട് അച്ഛമ്മ പോയതുപോലെ ഞാൻ ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് വീശി. അന്ന് ഫാനൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ഞാൻ വീശിയൊക്കെ നിന്നപ്പോ കാണാം എന്റെ മോൾ അന്നേരം സ്കൂളിൽ പോയിട്ടില്ലല്ലോ. മോൻ രാവിലെ ഇതെല്ലാം മേടിച്ചിട്ട് വെക്കുകയും ചെയ്ത്. എന്റെ മോൾ അന്നേരം അടുത്ത മുറിയിൽ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് അമ്മാമ കണ്ണ് ധ്യാനത്തിന് ഇങ്ങനെ ഇരുന്ന് ഒരു ശ്വാസം ഇങ്ങനെ എടുക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് അറിയില്ല, അവള് 7 പഠിക്കുക, എന്റെ മോൻ 5 പഠിക്കുക. ഞാൻ പെട്ടെന്ന് കയറി വന്നിട്ട് അമ്മ ഇല്ല, പോയി. 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അച്ഛമ്മ എന്റെ അമ്മായി ഇറങ്ങി താഴോട്ട് പോകത്തില്ലല്ലോ. അപ്പൊ അവരും ഇതേപോലെ സ്വയം സമാധി പ്രാപിച്ചതാണ് തോന്നുന്നു. അതിന് മുമ്പായിട്ടൊരു അനുഭവം ഉണ്ടായി. അമ്മ പറഞ്ഞു, അപ്പൊ അന്ന് മാത്രം അമ്മയ്ക്ക് ചെറിയ പനി, ശരീരത്തിന് അന്ന് തലേന്ന് വൈകിട്ട് അമ്മ തന്നെ ബാത്റൂമിൽ പോയ ആളാ. അമ്മക്ക് അന്ന് മുറിക്കാത്ത ബാത്റൂം ഇല്ലല്ലോ, ദൂരെയല്ലേ. അപ്പൊ അവിടം വരെ പോയ ആള് പിറ്റേന്ന് രാവിലെ അമ്മയ്ക്ക് എണീക്കാൻ വയ്യ, സ്വന്തമായിട്ട് എണീക്കാൻ വയ്യ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ്, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു പണിക്കരമ്മാവെന്ന് പറയുന്ന ഒരു വയസ്സനുണ്ട്, അദ്ദേഹം അവിടെ കിണറിന് മണ്ണ് കുഴച്ചോണ്ടിരിക്കുന്നതാണ്. അമ്മ എന്നോട് പറയാം, മക്കളെ പണിക്കരമ്മാവനെ ഇനി വിളിയെന്ന് പറഞ്ഞു. എന്തിനാ അമ്മ?
എനിക്കൊന്ന് എണീച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എനിക്ക് ഇതിൽ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് അമ്മ കിടക്കുന്ന അമ്മയെ പിടിച്ച് പൊക്കി എണീക്കാനുള്ള വാക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അമ്മയ്ക്ക് ദേഹത്തിന് നൊമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തോ അമ്മയ്ക്കില്ല ഇരുന്ന് മരിക്കാനുള്ള സത്യം അച്ഛൻ പോയത് അറിയാം. അപ്പൊ അമ്മയ്ക്ക് എന്തോ എന്റെ അച്ഛൻ കിടന്നായാലും ഇരുന്നാലും മതി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നാവോ എനിക്ക് അറിയില്ല, നമുക്ക് അറിഞ്ഞുകൂടല്ലോ അന്നത്തെ കാലമല്ലേ, ഇന്നൊക്കെ ആണെങ്കിൽ എല്ലാം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. അങ്ങനെ ഞാൻ എന്തോ അമ്മ പണിക്കരമ്മ കാല് മൊത്തം മണ്ണ് കുഴച്ചിരിക്കുക, നീ ഇന്ന് വിളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങോട്ടൊന്ന് വിളിച്ചു. ഇത് അച്ഛമ്മ വരുന്നതിന് മുമ്പാണേ, അമ്മായിമ്മ വരുന്നതിന് മുമ്പാണേ, ഈ അമ്മയുടെ മരണത്തിന് മുമ്പാണേ. അപ്പൊ എന്നുവെച്ചാൽ കന്യാ കുഴിച്ച് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഞാൻ പറയാം പണിക്കരമാവ ആണ്ട് അമ്മ വിളിക്കുന്നു ഇങ്ങോട്ടൊന്ന് വരാൻ, എന്നെ അമ്പാനെന്നാ വിളിക്കുന്നത്, അമ്പാനെ എന്താ വരുന്നെന്ന് പറഞ്ഞ് അദ്ദേഹം കാലൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് ഇനി വന്ന്. അപ്പൊ അമ്മ അടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എനിക്കൊന്ന് ഇരിക്കണം, അമ്മയെ വിളിക്കുന്ന പണിക്കരമ്മ അമ്മയെക്കാളും ഇളയതാണ്. ആ പണിക്കരമ്മ എനിക്കൊന്ന് ഇരിക്കണം, എന്നെ കൊണ്ട് പിടിപ്പിച്ച അറിയില്ലല്ലോ അത്രയ്ക്കുള്ള ബാലൻസ് എനിക്ക്. അദ്ദേഹം എന്ത് അമ്മയുടെ നടുവിന്റെ ഭാഗത്ത് 2 കൈ കീഴിലോട്ടിട്ടിട്ട് പാടെ ഒന്ന് പൊക്കിയും ഇരുത്തി. അങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹം അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞ് അമ്പാനെ അമ്മയ്ക്ക് ദേഹത്ത് നൊമ്പലൊക്കെ ഉണ്ടെങ്കിൽ കോഴുത്ത് പോലുണ്ടല്ലോ, കോഴുത്ത് പോലെ ഒന്നും കൊണ്ടുവന്നിട്ട് എണ്ണയൊക്കെ എന്തെങ്കിലും ഇട്ട് ദേഹത്ത് ഇന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കുറെ നേരം ഞാൻ അമ്മ എന്നാ അമ്മ ഞാൻ കിടത്തട്ടോ, അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാവോന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, എന്നാ കിടത്തൊന്നും പറഞ്ഞു. മനസ്സിലായോ? കിടത്തെന്ന് പറഞ്ഞ ശേഷം അപ്പോഴും എന്നെ കാരണം അച്ഛാമ്മ വരുന്നറിയാം, ഈശ്വരൻ അറിയാം, ഈശ്വരൻ ഇവിടെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്, വിഷ്ണുദേവന്മാർ നിപ്പുണ്ട്. അച്ഛാമ്മ ഈ പശുക്കളുണ്ട് ചക്കവടലും കൊണ്ട് വരുവാ. അങ്ങനെ വന്നിട്ട് കുറെ നേരം കാര്യം പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് അമ്മയ്ക്ക് പോകാൻ പറ്റൂ, അതുകൊണ്ടായിരിക്കും എന്നാ കിടത്തു എന്ന് പറഞ്ഞ്. അപ്പോഴെന്നെ അച്ഛാമ്മ വരുന്നു. എന്നാൽ ഞാൻ അച്ഛാമ്മേന്നാ വിളിക്കുന്നത്, പിള്ളേരെ വിളിക്കുന്നത് കേട്ടിട്ട് അമ്മായിയമ്മ. അങ്ങനെ അവരും ഒരു മണിക്കൂറോളം കാര്യമൊക്കെ പറഞ്ഞു. അവരെന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോട്ടെ അക്കച്ചി എന്നൊക്കെ പറഞ്ഞു അവരും അങ്ങോട്ട് ഇറങ്ങുന്നത്. പിന്നെയാണ് അമ്മയ്ക്കും അപ്പത്തും മണി 1 അങ്ങോട്ട് ആവുന്നു, 1 മണിക്കൂർ ആവുന്നു, 12 ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണ് അമ്മയുടെ മരണം. അതിനുശേഷം എനിക്കുള്ള കാര്യം പറയാം. അതിനുശേഷം എനിക്ക് പശുവിന്റെ പ്രസവം സമയം എടുത്തു, അതുകൊണ്ട് അത് നിർത്തിച്ചേക്ക. അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഞാൻ എല്ലാം കൂടെ സമയം കിട്ടത്തില്ല. ഇനി എനിക്ക് ആ അമ്മയുടെ മരണോടെ കഴിയുമ്പോൾ എനിക്കൊരു എന്നും നിലവിളിയാ പിന്നെ. കാരണം ധ്യാനവും കരുത്തിലൊക്കെ ഉണ്ടാകെ അടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അടക്കമില്ലാതെ അങ്ങ് ഇളവി വെച്ചാൽ ഞാൻ പെത്തുണിക്കുമ്പോൾ എനിക്ക് ജോലി തീർക്കും. ജോലി തീർത്ത് പിന്നെ എന്തിനാ സമയം കണ്ടെത്തുന്ന കരയാൻ. എന്നും എനിക്ക് കരച്ചില്ല. എന്തിനാ കരയെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവില്ല പറയാൻ. ഞാനിങ്ങനെ നിലവിളിയാ. എന്നിട്ട് ഒരു പൊടി കുഞ്ഞുങ്ങൾ കിട്ടാത്തന്നെ കിട്ടില്ല, ഈ അമ്മമാരുടെ മുമ്പിൽ ഏങ്ങി നിർബന്ധം പിടിക്കുന്നത് എങ്ങനെയാ, ഒരു ഏങ്ങൊക്കെ പിന്നെ നിൽക്കാത്തൊരു ഏങ്ങൊക്കെ അങ്ങനെ കരഞ്ഞ് 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 അങ്ങനെ ഏങ്ങൊക്കെ. ഈ ഏങ്ങൊന്നും ഇവിടെ ആരും കാണത്തില്ല. കാരണം പിള്ളേരെല്ലാം സ്കൂളിൽ പോകും, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകും. ഒരു കാരണത്തിലും ആരും കാണുന്നില്ല. എനിക്ക് സന്തോഷമായിട്ട് കരയാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാൻ ഇനി തൊട്ട് മുറിക്കാതൊന്നും കരയുന്നില്ല. കാരണം മുറി മൊത്തവും മൂക്കളുണ്ടെങ്കിൽ നിറയും, പിന്നെ ഞാനത് നനച്ച് തുടയ്ക്കണം, ഇത് പാട്. ഞാൻ എന്ത് ചെയ്ത ഒരു ദിവസം ഇങ്ങനെ മുറ്റത്തിന്റെ കൈപ്പടയിൽ അവിടെ ചെന്നിരുന്നത്, അപ്പൊ മൂക്കളെ പിഴിഞ്ഞ് ദൂരോട്ട് കളയാമല്ലേ എന്ന് അവിടെ നിന്ന് കരഞ്ഞപ്പോൾ കാണാം എൻ്റെ ഭർത്താവ് എന്തോ ഈ ഗുളിയോ ചുറ്റിയല്ലാണ്ട് ഈ പണി പ്ലംബിങ്ങിനൊക്കെ പണിയല്ലയോ ഇതെടുക്കാൻ വന്ന്. നീ എന്തിനാ കരയുന്നേ? ഞാൻ പറയും ഞാൻ എന്നും ഇങ്ങനെ കുറെ നാളുകൊണ്ടേ ഇങ്ങനെ കരച്ചില്ല. അമ്മ ഇടവത്തിൽ പോയെങ്കിൽ ഇടവം തൊട്ട് അടുത്ത വരെ ചിങ്ങം 1-ാം തീയതി വരെ ഈ കരച്ചില്ല. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചാൽ തന്ത ചോദിക്കുന്നത് എന്താ നീ ഇങ്ങനെ കരയുന്നത്? ഞാൻ പറയും എനിക്ക് എവിടെയെങ്കിലും പോകണം, വള്ളിക്കാലം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഉണ്ടോ? വള്ളിക്കാലം പെട്ടതാണെങ്കിൽ ഇത് പോയേ പറ്റൂ, എനിക്കെല്ലാം നടക്കത്തില്ല. ഇവിടെ ഒന്നും അന്നത്തെ കാലത്ത് ഒരു ഭജനയോ ഞങ്ങൾ വീട്ടിലിങ്ങനെ കൂട്ടപ്രാർത്ഥന, അമ്മ മാസം തോറും അമാവാസി ഒരിക്കലും ഭയങ്കര ഭജനയും എല്ലാം ദിവസേന ഭജന, അങ്ങനെയുള്ള ലോകത്ത് ജീവിച്ച ഞാൻ എനിക്കിവിടെ എന്തോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിപ്പോൾ എളുപ്പമുള്ള കാര്യമാണോ, എവിടാന്ന് പോലും അദ്ദേഹത്തിനും അറിയാൻ വയ്യ. അല്ല എനിക്ക് എന്ത് ഞാൻ എന്നും ഇങ്ങനെ കരയേക്കോ, ജോലി തൊട്ട് എൻ്റെ ജോലി ഇതാ, എനിക്ക് കരയേക്കോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഴ്ച എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, എല്ലാ ഹിന്ദുക്കളും പോണത് ദാണ്ട ഇന്ന അടുത്തൊരു പള്ളിയിൽ ഒരു സന്യാസി അച്ഛനാ, ഗുരുദേവനെ പറ്റിയും സർവ്വപരി എല്ലാ മതവും ഉൾക്കൊണ്ട് പറഞ്ഞ ഭക്തനായ ഒരു സന്യാസിയാണെന്ന് ഇദ്ദേഹത്തിനെ ആരും അറിയിച്ചു. അദ്ദേഹം വയറിങ്ങിന്റെ ഒക്കെ സാധനം വാങ്ങിക്കുന്ന കടയിൽ ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി അവിടെ കണക്കെഴുതാനിരുന്നപ്പോൾ അദ്ദേഹം അറിഞ്ഞത് അത് എനിക്ക് വേണ്ടി വന്നതാ ഈ അച്ഛൻ. അപ്പൊ എനിക്കത് കാരണം എൻ്റെ അച്ഛന് ജാതി മത ഭേദമില്ല, എല്ലാം ഒന്നായിട്ട് കാണുന്ന ആളാ. അതുമല്ല അള്ളാനെ തേടി
അരിശിങ്കൽ വന്ന് നബി അഞ്ചു കുത്തും ഭല്ലാക്കി ഒഴിച്ചവരെ കുതിറാക്കി. ഇങ്ങനെ അച്ഛന് എല്ലാ അതുപോലെ അച്ഛൻ വൈക്കം സത്യാഗ്രഹത്തിന് മതം മാറിയ ആളുമാ, ഇസ്ലാം മതം. അങ്ങനെ അച്ഛന് എല്ലാം വന്നു. അപ്പൊ എനിക്ക് ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കറിയില്ല. എനിക്കവിടെ ക്രിസ്ത്യാനി ഇല്ലാതെന്ന് പിന്നെ പോകെ അന്ന് ഞാൻ ക്രിസ്ത്യാനിയുടെ കൂടെ ഉള്ള ഇടപെടൽ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാതാനും. ഇവിടെ എന്നെ കൊണ്ടുവന്ന വീട്ടിനടുത്തും ഇല്ല ആരും. അപ്പം എനിക്ക് അറിയാൻ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല കർത്താവിന്റെ യേശുവിന്റെ. അങ്ങനെ എന്നെ അവിടേക്ക് വിട്ടു. അച്ഛൻ തന്നെ എന്നെ പാവണം തന്നെ കൊണ്ടാക്കിയത്. എന്നെ ഭർത്താവിനെ ബൈക്കിൽ സ്കൂട്ടറിൽ കൊണ്ടാക്കുന്നത്. എന്നിട്ട് അവിടുന്ന് കൂപ്പൺ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കൂപ്പണും വേണ്ട ഒന്നും വേണ്ട, ആരാധന കേട്ടപ്പോൾ എനിക്ക് അവിടെ ഇരുന്നാൽ മതി ആലയത്തിൽ. അങ്ങനെ ഞാൻ ചെന്ന പാടെ എൻ്റെ വയർ നിറച്ച് ആരാധന അങ്ങ് മുഴുകി. അയ്യോ എൻ്റെ ദേഹം എല്ലാം പൊട്ടുന്നണക്കങ്ങ് വികസിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, എൻ്റെ ഭർത്താവ് വരുമ്പോൾ ചോദിക്കത്തില്ലേ നീ അച്ഛനെ കണ്ടോന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ക്യൂ ആള്. ഞാൻ വീണ്ടും ഇങ്ങ് ആലയത്തിൽ കയറും. അവിടെ അങ്ങനെ ആരാധന നടക്കും. അത് അനുഗ്രഹമുള്ളൊരു ആരാധനയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ആരാധനയിൽ ഞാനങ്ങ് മുഴുകുക. എനിക്ക് പിന്നെ എന്തോ സ്ഥലകാല ബോധങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഇടയ്ക്കൊന്ന് ഓർക്കും, ഞാൻ ചെന്ന് അച്ഛനെ കണ്ടില്ലേ, ആവണ്ണം ചോദിക്കത്തില്ലേ നീ അച്ഛനെ കണ്ടോന്ന്. വീണ്ടും ചെന്നപ്പോൾ എന്തോ 44-ാമത്തെയോ അങ്ങനത്തെ എൻ്റെ നമ്പർ. 1-2 പേരുടെ കഴിയുമ്പോൾ എൻ്റെതാവും. എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ആരാധനയിൽ കയറും. അവസാനം ഞാൻ ചെന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്തേ? ഞാൻ പറയും എനിക്ക് അറിയില്ല എന്താ കാരണമെന്ന്. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്താ പറയാൻ എന്നിലൊന്നുമില്ല. എനിക്ക് രോഗമുണ്ടോ? ഇല്ല. എനിക്ക് ധനം ഇല്ലാതുണ്ടോ? എല്ലാം ഉണ്ട്. എനിക്ക് വീടില്ലാതുണ്ടോ? എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ല 5 കൂട്ടം കറിയും വേണ്ട നിലം കൃഷി എല്ലാം ഉള്ളൊരു ഇവിടങ്ങളിൽ എല്ലാവരും കഴിഞ്ഞേക്കാളും കൂടുതൽ സൗഭാഗ്യത്തിൽ കഴിയുന്നത്. എനിക്ക് എന്ത് വേണം, എന്ത് പറയാൻ പറ്റുമൊന്നും അവിടെ വരുന്നവർക്ക് വേറെ എന്തൊക്കെയോ പറയാം. ഞാൻ പറയും എനിക്ക് എന്താ ഒന്നും അറിയാൻ വയ്യ എന്ന് പറയാം. യേശുവിനെ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചാൽ അച്ഛാന്ന് ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ലേ വിളിക്കുക. അപ്പൊ ഈശ്വരൻ ഏകനല്ലേ, ഒന്നല്ലേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ, യേശുവിൽ കൂടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പെട്ടെന്ന് ആരാധന കയറി. ഈശ്വര അന്നത്തെ ദിവസം എനിക്ക് ആഹാരവും വേണ്ട ഒന്നും വേണ്ട. ഞാനൊരു 1:30 വിടുക. അപ്പൊ അടുത്ത ജീപ്പിൽ ജീപ്പ് അങ്ങോട്ടുണ്ട്. അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കര ഇതിന് ആഹാരമൊന്നും വേണ്ട. എനിക്ക് അതെന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ലയിക്കുക. ഞാനില്ലേ പശുക്കൾ അയവെട്ടുന്ന പോലെ ഞാൻ അയവെട്ടി എങ്ങനെയും സന്ധ്യയാക്കി. സന്ധ്യനാമം എന്താ ചെല്ല്? പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. ഈ ഒരു നാമം മാത്രം കുട്ടിനാളിലെ ഞങ്ങൾക്കറിയാം. അന്ന് ഭജനയ്ക്കെല്ലാം ഞങ്ങൾ ചെല്ലുന്നത് എല്ലാം ചെല്ലുമ്പോൾ ഇക്കൂട്ടത്തിൽ അവിടെ ഒരു കൊച്ചു ചാത്തനെന്ന് വന്ന്, അത് നമ്മുടെ ഈഴ സമുദായം തന്നെ, അത് ചാത്തനക്കാരിയായതുകൊണ്ട് അവിടെ ക്രിസ്ത്യന്റെ കൂടെ ജീവിക്കേണ്ട ആ കൊച്ചിന് നാമം അറിയാം. അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പാടും. കർത്താവിന്റെ ആണെന്നോ യേശു ആണെന്നോ നമുക്ക് അറിഞ്ഞല്ല ചെല്ലുന്നത്. അത് പിന്നെ വളർന്നപ്പോൾ അറിയാം അത് യേശു കർത്താവിന്റെ ആണെന്ന്. അങ്ങനെ ആ നാമം തന്നെ, കാരണം ഈ അച്ഛൻ പറഞ്ഞു തന്നുകൊണ്ട് മനസ്സിലായി അത് കർത്താവിന്റെ പ്രാർത്ഥനയാണല്ലേ. അന്ന് രാത്രി ഒരുപാട് മണിക്കൂർ നാമം ചേർന്ന് ഞാൻ അന്ന് ഈ ഒരു നാമം മാത്രം കർത്താവിന് കൂടുതൽ ഹലോ കുറച്ചൊരു കാര്യങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്ക് വന്നാൽ നന്നായിരുന്നു. ആണോ? അത് ഇത് അനുഭവം പറയാൻ പോവാ ഇനിയിപ്പോ അടുത്ത ഉടനെ അനുഭവം. രാത്രി കണ്ട കാര്യം പറയാൻ വരുവാ. അങ്ങനെ ആ രാത്രി ഒരു 9:30 ആകുമ്പോൾ 10 മണിയാകുമ്പോൾ നമ്മള് ആഹാരം കഴിഞ്ഞിട്ട് കിടക്കുമല്ലോ. ഈ നാമം മാത്രം ചെല്ലുന്നേ ഉള്ളൂ. രാത്രിയില് എല്ലാവരും കിടക്കുന്നു. ഞാൻ കട്ടിൽ ചെന്ന് ഇരുന്നില്ല. ലൈറ്റ് അണച്ചപ്പം ഈ ഇരുട്ടല്ല, ലൈറ്റ് അണച്ചപ്പോൾ മുറി മൊത്തം ഒരു 1000 സൂര്യൻ ഉദിച്ച പ്രകാശം. ഈ പ്രകാശത്തിന് എന്റെ തലയ്ക്ക് ഇടത്തുവശത്തായ തലയ്ക്ക് മുകളിലേക്ക് എന്താ നിൽക്കുക? 2 തീക്കുണ്ടാണ് കണ്ണ്. തലമുടി എല്ലാം വെള്ളിപ്പത്തായം പോലെ പഞ്ഞി ഹിമം വെളുത്ത പഞ്ഞി രോമം എന്നുവെച്ചാൽ വെളുത്ത മുടി, കട്ടിയല്ല, പഞ്ഞി മൊത്തം വെളുത്ത മുടി. കണ്ണാണെങ്കിൽ 2 നാരങ്ങ പോലെ തീക്കുണ്ടാണ്. ചുണ്ട് താമര പോലത്തെ ഇതള പോലത്തെ ആ നിറം. അങ്ങനെ നല്ല ആ പ്രകാശമാണെങ്കിൽ മുഖത്ത് നോക്കിയാൽ നമുക്ക് കണ്ണ് വേറെ അങ്ങോട്ടും അത് മഞ്ചിപ്പോന്ന്. അതിന് താഴോട്ട് നോക്കിയാലേ ആ മുഖത്തിന്റെ ദേഹം കാണാൻ പറ്റും. പക്ഷെ താഴോട്ട് നോക്കാൻ പറ്റില്ല. ഈ മുഖത്ത് തന്നെ ദർശിക്കുമ്പോൾ എനിക്ക് വേറെ അങ്ങോട്ട് നോക്കാൻ അത്രമാത്രം കണ്ണ് മഞ്ചുവാ. അങ്ങനെ ആ ഒരു ഇത് കണ്ടു. അന്തം വിട്ട് എന്ത് വേണമെന്ന് അറിയാൻ പറ്റ നമുക്ക് എന്താ ഒരു അത്ഭുതമല്ലേ. ഒന്ന് എങ്ങോട്ട് അതെല്ലാം ചിന്തിക്കാനുള്ള സമയം കിട്ടുന്ന മുമ്പേ അത് അപ്രത്യക്ഷം ആവുകയും ചെയ്തു. അതിന് ശേഷം പിന്നെ എപ്പോഴും
ധ്യാനിക്കുമ്പോൾ സമയത്ത് അതിഭയങ്കരമായൊരു വട്ടവും, അത് ഒരുപാട് വായിച്ച് വായിച്ച് കരഞ്ഞതിന് ശേഷം പിന്നെ പോകെ അടുത്ത ദിവസങ്ങളിലായി അതിഭയങ്കരമായൊരു വൃത്തം. ആ വൃത്തത്തിന്റെ നടുക്ക് വേറൊരു കൊച്ചു വൃത്തം. ആ വൃത്തത്തിനകത്ത് മഞ്ഞ പൂശിയാണ്, മഞ്ഞ പൂമ്പൊടിയാണ്, മഞ്ഞളിന്റെ അണക്കുള്ള മഞ്ഞ പൂമ്പൊടിയാണ്. ആ പൂമ്പൊടിക്കകത്ത് എന്താ ഭയങ്കര ഒരു മുഖം, തൃക്കണ്ണും ഉണ്ട്. കണ്ണിന്റെ ശോഭ, രണ്ട് കണ്ണും സാധാരണ മനുഷ്യന്റെ കണ്ണാണ്, ശോഭയേറിയ കണ്ണ്. തൃക്കണ്ണ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്തിന്റെ ബാക്കി കാര്യങ്ങളൊന്നും കാണാനില്ല. കാരണം താടിയും എല്ലാം മുടിയെല്ലാം എന്താണ് എന്റെ കയ്യേക്കാളും കനമുള്ള ജടയാണ് മുഖത്തിന്റെ. ഈ താടിയല്ല, മുഖത്തിന് ആ ഷേവ് ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്കും എന്നോ ഉള്ള ജട. തലമുടിക്കാണെങ്കിൽ അതിനേക്കാളും വണ്ണത്തിലുള്ള ജട. ഇങ്ങനൊരു മുഖം. ഈ വൃത്തത്തിന് മുഖം മാത്രമേ ഉള്ളൂ. അതിനെ ചുറ്റിനുമുള്ള വൃത്തത്തിനകത്ത് കറുത്ത് വെളുപ്പുള്ള പൊടികൾ ഇങ്ങനെ നമ്മൾ കളം ഇട്ട് ഇതിനൊക്കെ ചെയ്യുമല്ലോ, അതുപോലുള്ള ഇതിട്ടേക്കുന്നത്. കളത്തിന് ഓരോരോ കണ്ണം വൃത്തത്തിൽ മൊത്തവും കറുപ്പും വെള്ള ഇങ്ങനെയുള്ള അതിട്ടേക്കുന്നത്. ഈ നടുക്കത്തെ വൃത്തത്തിനകത്ത് വലിയൊരു മുഖം ഇരിക്കുന്ന വൃത്തമാണ് നടുക്കത്തെ വൃത്തം. അത് മൊത്തം മഞ്ഞയാണ്. അത് ഒറ്റ നിറമേ ഉള്ളൂ. ഈ മഞ്ഞക്കകത്താണ് ഇത്. പക്ഷെ ഈ അതിന് എന്ന് ധ്യാനിച്ചാലും അങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ ഏത് ദിവസമൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഞാനങ്ങനെ ഒരു ദിവസം ഉറക്കം ശരിയായില്ല. ഉറക്കം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു കരച്ചിൽ വരുന്നേ? വെറും കരച്ചിൽ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അന്ന് ഭിത്തി മൊത്തം അങ്ങേ ഭിത്തിലും ഇങ്ങേ ഭിത്തിലും ഒരു മുട ഭിത്തിയിലെല്ലാം ഇടിച്ചാണ് ഞാൻ കിടന്ന് ഉരുളുന്നത്, കരയുന്നത്. ആ കരച്ചിലൊന്നും ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഒരു ഭിത്തിന്ന് ഉരുണ്ട് ഇങ്ങേ ഭിത്തിന്ന് ഇടിക്കും. നിലവിളിയാ. എന്തിനാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ പോകുന്നത്. അപ്പൊ അതുപോലെ അത് രാത്രി പോയ ശേഷം പിന്നെ ആ ഉരുളക്കം നിലവിളി എനിക്കില്ല. അന്നേരം ദർശനം കാണുന്നത് എങ്ങനെയാ? ഇതൊക്കെ ഈ ധ്യാനിച്ചുള്ള ദർശനം, ധ്യാനിച്ച് കണ്ടതാണ് ഈ ജഡ എന്ന് പറഞ്ഞത്. അതായത് 1 മണിവരെ ഞാൻ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ വായിച്ച് കരഞ്ഞിട്ട് എനിക്കിത് ധ്യാനിക്കണം, കഥ കടച്ച് പരക്കാത്തിരുന്ന് ധ്യാനിച്ച് ആണ് ഈ വൃത്തം കണ്ടത്. അതിന് ശേഷം ആണോ എപ്പോഴെന്നറിയില്ല, ഉറക്കത്തിൽ എന്നെ പിടിച്ച് ഞാൻ കിടന്ന് ഉരുളുക. അത് ദർശനം പോലുള്ളതാണേ, ഒറിജിനൽ അല്ലേ. അപ്പോഴും ഞാനിങ്ങനെ ഉരുളുന്നു, എന്നെ പിടിച്ച് എണീപ്പിച്ച് ഇരുത്തുന്നു. അത് ഇങ്ങനെ വെള്ള ജുബ്ബയോ ഏതാണ്ട് ഇട്ട് അച്ഛന്റെ ഇപ്പൊ യേശു കർത്താവിന്റെ കണക്കുള്ള ഡ്രസ്സാണ്. ഒരു ഡ്രസ്സുള്ള ഒരാളാണ്, ജുബ്ബയോ എന്താണെന്ന് ശ്രദ്ധിക്കാൻ അറിയില്ല, വെള്ള വസ്ത്രമാണ്. എന്നെ പിടിച്ച് ഇരുത്തുന്നു. ഈ ഇരുത്തുന്ന ആള് കസലിലിട്ട് എന്റെ തലയ്ക്ക് കൈവെക്കുന്നു. അന്ന് തൊട്ട് എനിക്ക് പിന്നെ എങ്ങും പോകേണ്ട, ദാഹമില്ല, ഒന്നുമില്ല, എപ്പോഴും നിർവൃതി ആനന്ദമാണ്. ഇന്നും ഇപ്പോഴും ഇത് പറയുമ്പോൾ ഞാൻ ആനന്ദിക്കുക. ഞാനിപ്പം ഒരു ഇല കണ്ടാലും ഒരു പുഷ്പം കണ്ടാലും അതിൽ ഞാനുണ്ട്. എല്ലാം ഞാനായി തന്നെ കാണുന്നു. ഞാൻ ഭാഗവതം തന്നെ അർത്ഥം അറിയാത്തയും പഠിക്കാതെ ഞാൻ ഭാഗവതം ഇടുന്നു. ഇത് എനിക്ക് ചാനലുണ്ട്. ഞാൻ ഒരർത്ഥം അറിയത്തില്ല. ഭാഗവതം അച്ഛൻ കുട്ടികളെ വായിക്കുമ്പോൾ കേട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ആരുടെ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ബൈബിളും അർത്ഥം പറഞ്ഞ് ഇടുന്നുണ്ട്, ഭാഗവതം അർത്ഥം പറഞ്ഞിടുന്നുണ്ട്, നാരായണീയം അർത്ഥം പറഞ്ഞിടുന്നുണ്ട്. എന്നുവെച്ചാൽ വ്യാഖ്യാനിച്ചിട്ട് പിന്നെ എന്താ പറയാ ഇത് ഭഗവത്ഗീത, രാമായണം. അത് കഴിഞ്ഞ വർഷം 5 വർഷമായിട്ട് ഒരു മകൾ ഒരു അമ്മയെ ഒന്ന് ഇടണേ, ഞാൻ വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ല. എങ്കിലും ഞാൻ പറഞ്ഞനുസരിച്ച് ഞാൻ അത് പുസ്തകം വാങ്ങിച്ച് അതും ഇടുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് എനിക്ക് അറിയില്ല. എല്ലാം ഭഗവാൻ തന്നെ ഓരോ ചെറിയൊരു അർത്ഥങ്ങളാവട്ടെ ഒക്കുന്നത് പോലെ. ആയിക്കോട്ടെ. അപ്പൊ ചാനലിന്റെ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ എനിക്ക് വാട്സാപ്പില്. ഞാൻ ഇത്രയും അനുഭവങ്ങൾ ഇപ്പൊ ഈ നമ്പർ ഷെയർ ഉണ്ടോ? അതില് ഈ വാട്സാപ്പിലേക്ക് യൂട്യൂബിന്റെ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നാണ് സ്വാമി. ഈ വിളിച്ച നമ്പർ വാട്സാപ്പ് നമ്പർ ആണോ? അപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ, എന്റെ നമ്പറിൽ ഒരു ഹൈ പറഞ്ഞാലേ എനിക്ക് പറ്റൂ. ആയിക്കോട്ടെ, ഞാൻ പറയാം കേട്ടോ. നിർത്തട്ടെ തൽക്കാലം. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ കാരണം എനിക്ക് ഇനി ഒറ്റ അറിയാനൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വന്നില്ല. കാരണം കുറച്ച് ദീർഘമായി പോയി. ഇനി ആലോചിച്ചിട്ട് ഇനി വിളിക്കുമ്പോ കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിൽ അടുക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കഴിയാം. അതിപ്പോ എന്താ പറയാ, ആളുകൾക്ക് പിന്നെ ഇതേ ഉള്ളൂ. ആനന്ദ നിർവൃതിയിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് നാമങ്ങൾ എഴുതുന്നു, ഞാൻ തന്നെ ആനന്ദിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾ ഇതൊക്കെ കേൾക്കാൻ കുറച്ച് മക്കളും ഈ ചാനലിലുണ്ട്. ആയിക്കോട്ടെ, ആ ചാനലിന്റെ ലിങ്ക് ഒന്ന് കൊടുക്കും. അതും കൂടി ഞാൻ ഹൈ പറയൂ. ഓക്കെ, ബൈ. സന്തോഷം.
ഉം.